കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളോട് ഒരുമിച്ച് ഇന്നത്തെ ദിവസം കർത്താവിനെ ആരാധിപ്പാനായി, സ്തുതിപ്പാനായി കർത്താവിനിക്കും നൽകുന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുന്നു. ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കുവാനും നമുക്ക് ദൈവം തരുന്ന എല്ലാ അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ആരോഗ്യമുള്ളത് കൊണ്ടും അവസരമുള്ളത് കൊണ്ടുമാണല്ലോ ഇങ്ങനെ ഒരു ആലയത്തിൽ കടന്നു വരുവാൻ നമുക്ക് സാധിച്ചതല്ലേ. ശരീരത്തിൽ ക്ഷീണമായിരുന്നെങ്കിൽ ലൈവിലോ മറ്റോ ഇരുന്ന് ഇത് ദൂരെ നിന്ന് വീക്ഷിക്കേണ്ട വന്നേനെ. പക്ഷെ നമുക്ക് ആരോഗ്യം ദൈവം നൽകിയല്ലോ, അവസരം ദൈവം നൽകിയല്ലോ. അത് ഓർത്തൊന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? കൊലോസ് ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് ഒരുമിച്ച് ചിന്തിപ്പാനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ വാക്യങ്ങൾ ധ്യാനിച്ചു വരികയാണ്. ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. നിങ്ങളെല്ലാവരും ബൈബിൾ തുറന്ന് ഈ 4 വാക്യങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കൊലോസ് ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ വ്യത്യസ്തതയുള്ള ഒരു ലേഖനമാണ് ഈ കൊലോസ്യ ലേഖനം. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ താൻ തന്നെ സ്ഥാപിച്ച സഭകൾക്കാണ് അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതുന്നത്. അവിടെയുള്ള ഓരോ ആൾക്കാരെയും അവരുടെ പരിതസ്ഥിതികൾ, അവരുടെ കുടുംബ പശ്ചാത്തലം, ജീവിത ശൈലി ഇതൊക്കെ നല്ലതായി നേരിട്ടറിയാവുന്ന അപ്പോസ്തലൻ. അതുകൊണ്ടാണ് പൗലോസിന്റെ ലേഖനങ്ങളിൽ പേരെടുത്താണ് ആൾക്കാരെ പറയുന്നത്. ഇനിയാള് അവരുടെ കുടുംബം എന്നോട് സഹകരിച്ചു, ദൈവം കർത്താവിന്റെ നാളിൽ അവരോട് കരുണ ചെയ്യട്ടെ. വ്യക്തിപരമായ അടുപ്പം, അതിൽ വെച്ചാണ് ലേഖനങ്ങൾ സാധാരണ എഴുതുന്നത്. എന്നാൽ ഈ ലേഖനത്തിൽ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്തവർ. കൊലോസിലുള്ളവരാരും പൗലോസിനെ കണ്ടിട്ടില്ല, പൗലോസ് അവരെയും കണ്ടിട്ടില്ല. വേറെ ഒരു സഭയെക്കുറിച്ച് പറയുന്ന ലവോദിക്യ സഭയെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ലേഖനം വായിച്ചിട്ട് ആ സഭയിലൂടെ കൊടുക്കണം. നമ്മുടെ ഇവിടെ കൊമ്പനാട്, തിരുവല്ല, റാന്നി, പത്തനംതിട്ട ഇങ്ങനെ പല കൂടിവരവുകൾ പോലെ അവിടെ ഏഷ്യ മൈനറിൽ ലൈക്കസ് വാലി എന്ന് പറയുന്ന ആ പ്രത്യേക സ്ഥലത്തിൽ അതിനോട് ചേർന്നിരിക്കുന്ന 3 സ്ഥലങ്ങളാണ് ഹീരാപോലിസ്, ലവോദിക്യ, കൊലോസ്യ. ഈ 3 പട്ടണങ്ങൾ, ഈ 3 പൗലോസ് പറയുകയാണ്, ഈ ലേഖനം ഞാൻ പോയിട്ടില്ല, അവരെ കണ്ടിട്ടില്ല, പക്ഷേ ഇതൊന്ന് സർക്കുലേറ്റ് ചെയ്ത് വായിക്കണം. ആ നിലയിൽ അപ്പോസ്തലനായ പൗലോസിനെ എന്താ പ്രേരിപ്പിക്കുന്നത് ഈ ലേഖനം എഴുതാൻ? കാരണമുണ്ട്. പൗലോസിന്റെ ശിഷ്യനായ ഒരു വ്യക്തിയാണ് ഈ സഭ സ്ഥാപിച്ചതെന്ന് ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വ്യക്തിയുടെ പേര് എപ്പഫ്രാസ് എന്നാണ്. 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാ പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവരുടെ പാസ്റ്റർ എപ്പഫ്രാസ് കൃത്യമായ ദൈവത്തിന്റെ വചനം അവരോട് അറിയിച്ചു. ആരായി എപ്പഫ്രാസ്? എങ്ങനെയാ പാസ്റ്ററായത്, ഇടയനായത്? ഒരു വാക്കിൽ പറഞ്ഞാൽ, ഈ ഹീരാപോലി, ലവോദിക്യ, കൊലോസ്യ എന്നീ സ്ഥലങ്ങൾ ചരിത്രപരമായി നോക്കിയാൽ പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടുത്തെ ആളുകൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷപ്പെടണമെങ്കിൽ, പണ്ട് കാലത്ത് രക്ഷപ്പെടണമെങ്കിൽ ഗൾഫിൽ പോകുന്നു, ഈ കാലത്ത് രക്ഷപ്പെടണമെങ്കിൽ ജർമ്മനി പോകുന്നു, UK പോകുന്നു. ഇതുപോലെ കൊലോസിയിലും ഹീരാപോലിയിലും ലവോദിക്കയിലും ഒക്കെ ഉള്ളവർ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ് എഫെസസ്. 100 മൈലുണ്ട്. 100 മൈൽ യാത്ര ചെയ്ത് 7 ദിവസം കാൽനടയായി പോകുന്ന സ്ഥലമാണ് എഫെസസ്. ഈ കൊലോസ്യക്കാരൻ എപ്പഫ്രാസ് എന്ന പേരുള്ള മനുഷ്യൻ
രക്ഷപ്പെടാൻ വേണ്ടി പോയതാണ് എഫെസസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ജോലിയോടുള്ള ബന്ധത്തിൽ, ഉദ്യോഗത്തോടുള്ള ബന്ധത്തിൽ, തുറമുഖ പട്ടണമൊക്കെ ആയതുകൊണ്ട് കച്ചവടങ്ങളുടെ സാധ്യത കൂടുതലാണ്. അങ്ങനെ പോയതാണ് എഫെസസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ താൻ ചെന്നപ്പോൾ പ്ലാൻ ചെയ്തല്ലെങ്കിലും കണ്ടുമുട്ടിയ ആളാണ് അപ്പോസ്തലനായ പൗലോസ്. തുറന്നോസിന്റെ പാഠശാലയിലെ ബൈബിൾ സ്റ്റഡികൾ ഈ മനുഷ്യനെ മാറ്റിമറിച്ചു. ഒരു നല്ല ജീവിതത്തിനായി കടന്നുപോയ ആള് തിരിച്ചു വന്നത് സ്വർഗരാജ്യത്തിന്റെ ദൗത്യവുമായിട്ടാണ് തിരിച്ചു വന്നത്. ഇങ്ങനെയുള്ള അനുഭവം നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടില്ലേ? കേരളത്തിൽ ജീവിച്ച് ആത്മീയമായ യാതൊരു മുന്നേറ്റവും ഇല്ലാത്തവരെ പലരെയും ഗൾഫിൽ കൊണ്ടിട്ടാണ് ദൈവം പിടിച്ചത്. അവിടുത്തെ ജോലിയുടെ അന്തരീക്ഷത്തിൽ കുടുംബവുമായിട്ടൊക്കെ വേർപെട്ട് നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥനയിലുള്ള വിശ്വാസം കൂടുകയും ജീവനുള്ള ദൈവമുണ്ടെന്ന് തിരിച്ചറിയുകയും ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മളെ വഴിതിരിച്ചു വിട്ട സാഹചര്യങ്ങൾക്കായി ഒന്ന് സ്തോത്രം ചെയ്യാമോ? അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ലെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന പലരും ഇന്നിവിടെ ഇരിക്കത്തില്ല. ദൈവത്തിന്റെ മുന്നറിവും ദൈവത്തിന്റെ ക്രമീകരണങ്ങളും ദൈവം അതാത് സമയങ്ങളിൽ നമ്മളെ സന്ദർശിച്ച വിധങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ സന്ദർശനങ്ങളാണ് ദൈവ പദ്ധതിയിലേക്ക് നമ്മളെ തിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ കാര്യത്തെ പറ്റി ഇന്നലെ. സാധാരണഗതിയിൽ കൊലോസിയിൽ പൗലോസിന്റെ മിഷൻ സ്ട്രാറ്റജി നോക്കിയാൽ ഇങ്ങനെയുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് അധികം പോകാറില്ല. മെയിൻ പട്ടണങ്ങളിലാണ് പോകുന്നത്. ആസിയയിലെ ഏറ്റവും പ്രധാന നഗരമാണ് എഫെസസ്. അവിടെയാണ് താൻ 3 വർഷം താമസിക്കുന്നത്. മാസഡോണിയയിലെ ഏറ്റവും പ്രധാന നഗരമാണ് ഫിലിപ്പായി. അവിടെയാണ് താൻ താമസിക്കുന്നത്. അഖായിലെ ഏറ്റവും പ്രധാന സ്ഥലമാണ് കൊരിന്ത്. അവിടെയാണ് താൻ താമസിക്കുന്നത്. എല്ലാം നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മിഷൻ പ്രവർത്തനമാണ്. പക്ഷേ ദൈവത്തിന് ഈ കൊലോസിയിൽ ഒരു സഭ വേണമെങ്കിൽ അപ്പോസ്തലൻ അവിടെ ചെന്നില്ലെങ്കിലും ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവത്തിന് ആൾക്കാരെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, വിശ്വസിക്കണം. ദൈവത്തിന്റെ ദർശനം, കാഴ്ചയുള്ളത് ദൈവം ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങൾക്കതിനെ ഒരു സാധ്യതയും ഇല്ലെങ്കിലും ദൈവത്തിന് ആളുകളെ എഴുന്നേൽപ്പിക്കാൻ അറിയാം, ദൈവത്തിന് ആൾക്കാരെ ചലിപ്പിക്കാൻ അറിയാം, സന്ദർശിക്കാൻ അറിയാം. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെയും വഴികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ചിന്തിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ചിന്തിച്ചു, എനിക്ക് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വളരെ വഴിത്തിരിവായ സ്ഥലമാണിത്. എൻ്റെ ദൈവവചന ശുശ്രൂഷയുടെ ഒരു വഴിത്തിരിവായി ഞാൻ കാണുന്ന ഒരു മീറ്റിംഗ്. ചെള്ളത്തെ തോമസ് ബ്രദറിന്റെ ഭവനത്തിന്റെ മേളിൽ 4 ദിവസമാണോ ഞാൻ ഓർക്കുന്നില്ല, 3 ദിവസമാണെന്നാണ് തോന്നുന്നത്, ഒരു എഫേസ്യ ലേഖന പഠനമാണ്. പപ്പ എന്നെ നീ അടുപ്പിച്ച് 3 ദിവസം ഒരു വിഷയമെടുത്ത് ബൈബിൾ സ്റ്റഡി എടുക്കണമെന്ന് പറഞ്ഞു. 2014 ആ സമയത്ത് ചെള്ളത്തെ തോമസ് ബ്രദറിന്റെ വീടിന്റെ മുകളിൽ എല്ലാവരും കൂടി വന്ന്, ഞാൻ ഓർക്കുന്നു കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് നമ്മുടെ അമേരിക്കയിലെ മനോജ് ബ്രദറും എല്ലാം കൂടെ ഒരു വലിയ സംഭവം. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ആ 3 ദിവസത്തെ എഫേസ്യ ലേഖനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് ദൈവവചന ശുശ്രൂഷയിൽ ഒരു പുതിയ ധാരയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഞാനിത് പറഞ്ഞത്, ഓരോ നിയോഗങ്ങൾ ലഭിക്കുമ്പോഴും അതിനകത്ത് ദൈവം എന്തോ കരുതി വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ആലോചനയിലല്ല ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പൊ പറഞ്ഞല്ലോ മുമ്പേ, ഡെബി വിവാഹം കഴിച്ച് ഇവിടെ വന്നിരിക്കുന്നു. ഇതിനെല്ലാം ദൈവത്തിന്റെ നിയോഗങ്ങൾ അതിനകത്തുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാദൃശ്ചികമായിട്ടല്ല ഒരാൾ ഇതിനകത്ത് വരുന്നത്. വിവാഹം നിമിത്തമാണെങ്കിലും അല്ലാതെയാണെങ്കിലും ആരെങ്കിലും ക്ഷണിച്ചാണെങ്കിലും വിളിച്ചു വരുത്തുമ്പോ ഓരോ നിയോഗങ്ങളുടെ പിമ്പിലും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുണ്ട്. അല്ലാതെ സമയം കളയാനോ നിർവിചാരികളായി ഇരിപ്പാനോ ആരും ഇതിനകത്ത് വന്നിട്ടില്ല. There is a divine appointment. അങ്ങനെ വന്ന വ്യക്തിയാണ് എപ്പഫ്രാസ്. ഒരു നല്ല ജീവിതത്തിനായി എഫെസസിൽ പോയി തിരിച്ചു വന്നത് ഒരു ദൗത്യവുമായി കൊലോസയിൽ വരികയാണ്. 1 അല്ല 2 അല്ല 3 സഭകൾ ഈ സാധാരണ മനുഷ്യൻ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ തന്നിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപയുടെ വലുപ്പം ഒന്ന് ചിന്തിക്കാമോ?
ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളാരും സാധാരണ മനുഷ്യരല്ല. അസാധാരണമായി നമ്മളെ തീർക്കുന്നത് പണമല്ല, അസാധാരണമായി നമ്മളെ തീർക്കുന്നത് വിദ്യാഭ്യാസമല്ല. നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയുടെ വലുപ്പം, അസാധാരണമായ നിയോഗങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുകയും നിവർത്തിക്കുകയും ചെയ്യും. ഇന്ന് പലരും സുവിശേഷ വേലയിൽ പ്രവേശിക്കുന്നതൊക്കെ സ്പോൺസറാണ്. സ്പോൺസറിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പുതിയ സ്ഥലത്ത് പോകുന്നു. സ്പോൺസറിന് റിപ്പോർട്ട് കൊടുക്കേണ്ടത് കൊണ്ട് എന്തേലൊക്കെ എഴുതി പിടിപ്പിക്കുന്നു, ആരേലൊക്കെ പിടിച്ചിരുത്തുന്നു. എപ്പഫ്രാസിനെ ഒന്ന് നോക്കിക്കുക. സ്റ്റാർട്ട് തന്നെ there is an encounter, he is coming back divinely appointed. ആ ഒരു നിയോഗമായിരുന്നത് കൊണ്ട്, കലർപ്പില്ലാത്ത ദർശനമുള്ള മനുഷ്യനായതുകൊണ്ട്, സഭ എല്ലാവരും വന്നിരുന്നിട്ടും അവരുടെ ആത്മീക കാര്യങ്ങളാണ് തന്നെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്നത്, ഭൗമിക കാര്യങ്ങളല്ല. സ്പോൺസറും ഇൻസ്റ്റിറ്റ്യൂഷനും ഡിനോമിനേഷനും ഒക്കെയാ പ്രധാന കാര്യമെങ്കിൽ ഭൗമിക കാര്യങ്ങളാണ്. ഞാൻ എടുത്ത സമയത്ത് 100 പേരുണ്ടായിരുന്നു, പക്ഷെ ഹോളിന് പെയിന്റ് പോരായിരുന്നു. പക്ഷെ ഇപ്പൊ പെയിന്റ് അടിച്ചു, എന്റെ കാലഘട്ടത്തിൽ സെല്ല് പടിഞ്ഞു, എന്റെ കാലഘട്ടത്തിൽ ഇന്റർലോക്ക് ഇട്ടു. ഇതൊന്നുമല്ല എപ്പഫ്രാസിനെ സംബന്ധിച്ച്. എല്ലാം നല്ല കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞ എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷെ ആത്യന്തികമായി ശുശ്രൂഷയുടെ എഫക്റ്റ് അളക്കുന്നത് ഹോള് പണിയിലോ ഇന്റർലോക്കിലോ വുഡൻ പാനലിങ്ങിലോ കാർപ്പറ്റിലോ. നല്ല കാർപ്പറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഇതെല്ലാം നല്ല കാര്യമാണ്. പക്ഷെ ഇതൊന്നുമല്ല ആത്യന്തികമായി ഇതിനെ അളക്കുന്നത് എന്ന് ആർക്ക് മനസ്സിലായി? എപ്പഫ്രാസ് എന്ന പാസ്റ്റർക്ക് മനസ്സിലായി. ഈ എഫക്റ്റ് അളക്കുന്നത് ക്രൗഡിലല്ല, എഫക്റ്റ് അളക്കുന്നത് ഹോളിന്റെ വലുപ്പത്തിലല്ല, വന്നിരിക്കുന്ന ദൈവമക്കളുടെ ആത്മീക പക്വതയിലാണ് ആ അളവ് അളക്കപ്പെടുന്നത്, എഫക്റ്റ് അളക്കപ്പെടുന്നത്. എപ്പഫ്രാസ് ഒരുപാട് ശ്രമിച്ചു ഇവരെ ഒന്ന് ദൈവഭക്തിയിൽ വളർത്താൻ വേണ്ടി. പക്ഷേ എവിടോ ഒരു വലിയ ബ്ലോക്കാണ്, ഇവർ വളരുന്നില്ല. കൊലോസ്യയിലുള്ളവർ പക്വതയിൽ വരുന്നില്ല. ഈ മനുഷ്യൻ അടുത്തത് ചെയ്തതാണ് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം. കൊലോസ്യയിൽ നിന്ന് വണ്ടി കയറി, അടുത്ത ആഴ്ച ആരാ ശുശ്രൂഷിക്കുന്നത്? ആരുമില്ല. കൊലോസ്യ ആൾക്കാർ ചോദിക്കുക, പാസ്റ്റർ എന്തിയെ? പാസ്റ്റർ പോയി. എങ്ങോട്ടാ പോയത് അറിയത്തില്ല, പാസ്റ്റർ പോയിരിക്കുകയാണ്. നേരെ പോയത് കാരാഗ്രഹത്തിലോട്ടാണ്. ആരെ കാണാന്? അപ്പോസ്തലനായ പൗലോസിനെ കാണാൻ. അടുത്ത ഞായറാഴ്ച ആര് ശുശ്രൂഷിക്കും? താൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ഒരു പോക്ക് പോവുകയാണ്. ഇന്ന് ഞാൻ എന്നാ പോയി ബോംബെയിലോട്ട് പോയിട്ട് വരട്ടെ, ബാംഗ്ലൂരിലോട്ട് പോയിട്ട് വരട്ടെ എന്ന് പറയുന്ന പോലെ അല്ല. കാരാഗ്രഹത്തിൽ പോയി പൗലോസിനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരത്തില്ല ആള്. കാരാഗ്രഹത്തിൽ ഈ കുറ്റവാളിയെ കാണാൻ പോകുമ്പോ അവിടെ പിടിച്ചിടും, അടുത്ത കുറ്റവാളിയായിട്ട് അവിടെ ഇടും. എപ്പഫ്രാസ് പറയുക, ഇറ്റ്സ് ഓക്കെ, ഞാൻ പോവുക. എന്റെ ശുശ്രൂഷയുടെ എഫക്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ, ദൈവം വിഭാവനം ചെയ്തതുപോലെ ഇവർ വളരുന്നില്ല. എനിക്ക് സഹായം ആവശ്യമാ, ഞാൻ പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ദൈവവചനം പഠിച്ച ഭക്തനായ മനുഷ്യന്റെ അടുക്കലേക്ക് പോവുക. സൂക്ഷം പോലെ പൗലോസിനെ കാണാൻ കാരാഗ്രഹത്തിൽ ചെല്ലുന്നു. അവിടെ പിടിച്ച അടുത്ത തടവുകാരനായിട്ട് ഈ എപ്പഫ്രാസിനെ ഇടുന്നു. മനുഷ്യർ നോക്കുമ്പോ ഇതെന്തോ ഇത് ആവേശമാണ്. എപ്പഫ്രാസിൽ കാണുന്ന ആൾക്കാർ പറയാൻ സാധ്യത എന്താ? ആൾക്കാർ പറയാൻ സാധ്യത, നിങ്ങൾക്ക് 3 സഭയുള്ള മനുഷ്യരാ. കൊലോസ്യയിലെ സഭ, ഹീറാപ്പൊലിയിലെ സഭ, ലവോദിക്കയിലെ സഭ. ഈ 3 മാനേജ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ടതിന് പകരം ആവേശം പിടിച്ചിട്ട് നേരെ പൗലോസിനെ കാണാൻ പോയി. മതിയല്ലോ, ശുശ്രൂഷയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. അവിടെ നിൽക്കുന്ന കാരാഗ്രഹത്തിലുള്ള അപ്പോസ്തലനായ പൗലോസ് ഒബ്സർവ് ചെയ്യുകയാണ്. വന്ന് തടവുകാരനായി, സഹ തടവുകാരനായി. ഫിലിമോൻ 24 എഴുതിയിരിക്കുന്നത് എന്റെ സഹ തടവുകാരൻ എന്നാണ്, സഹഭൃത്യൻ. കോ ലേബറർ എന്നതിനേക്കാൾ അപ്പുറമായി കോ പ്രിസണറായി മാറി. താൻ നോക്കിയപ്പോ ഈ എപ്പഫ്രാസിൽ ഒരു കാര്യം കണ്ടു. അത് 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 4:12 ഇങ്ങനെയാ വായിക്കുന്നത്, നിങ്ങളിൽ ഒരുത്തനായി. കാണുന്നവരെല്ലാ വാക്യം എന്നോട് ചേർന്നൊന്ന് വായിക്കാമോ? 4:12 വാക്യം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അത് നിർത്തണം. കാരാഗ്രഹത്തിൽ പോയി അവിടെ സഹ തടവുകാരനായത് തന്നിലെ സന്തോഷം കളഞ്ഞോ കെടുത്തിയോ എന്തോ ചിന്തിക്കുന്നു.
പൗലോസ് ലേഖനം എഴുതുമ്പോ അടുത്തുള്ള നെക്സ്റ്റ് സെല്ലിലുള്ള ആള് പറയുക, ഗ്രീറ്റ് ദം, അവരെ വന്ദനം ചെയ്യണം. അതിന് അർത്ഥം ഈ മനുഷ്യനിലെ ദൈവരാജ്യത്തിന്റെ സങ്കല്പങ്ങൾ, മനുഷ്യനിലെ ആത്മനിയോഗം ഒന്നും ചത്തുപോയിട്ടില്ല. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പറയുക ഗ്രീറ്റ് ദം. ആ മനസ്സിൽ പിന്നെയും ജീവൻ വ്യാപരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, സാഹചര്യങ്ങളല്ല ഒരുവരിലെ നിയോഗങ്ങളും ജീവനും നിശ്ചയിക്കുന്നത്. തടവിൽ കടന്നാലും ആത്മനിയോഗമുള്ളവന്റെ ഉള്ളിൽ വചനം കത്തിക്കൊണ്ടിരിക്കും, നിയോഗം കത്തിക്കൊണ്ടിരിക്കും, ദൈവകൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവിടെ പൗലോസ് നോക്കിയപ്പം ഈ എപ്പഫ്രാസിൽ ഒരു പ്രത്യേക അവസ്ഥ കണ്ടു. എന്താ അവസ്ഥ എന്നറിയാമോ? 12-ന്റെ 2-ാം ഭാഗം, നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് വായിക്കാമോ? നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ഇന്ന് രാവിലെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ വാക്കുകൾക്ക് ചെയ്യാൻ പരിമിതിയുണ്ട്, നമ്മുടെ അഡ്വൈസിന് ചെയ്യാൻ പരിമിതിയുണ്ട്. നമ്മൾ ആ വ്യക്തിയുടെ കൂടെ ഇല്ല എങ്കിലും ദൂരെ നിന്നാണെങ്കിലും പ്രാർത്ഥനയിൽ പോരാടാൻ തയ്യാറായാൽ മൈലുകൾക്കപ്പുറം ദൈവം അവരുടെ ഹൃദയത്തിൽ വ്യാപരിച്ച് പ്രവർത്തിക്കുകയും ദൈവഹിതത്തിലേക്ക് ജനങ്ങളെ തിരിക്കുകയൊന്നും വിശ്വസിക്കാൻ ഇന്ന് പകൽ നമുക്ക് കഴിയണം. വാസ്തവത്തിൽ ഏതാ നല്ല സിറ്റുവേഷൻ? നല്ല സിറ്റുവേഷൻ പറഞ്ഞാൽ എപ്പഫ്രാസ് അവരുടെ നടുവിൽ വേണം. ഓരോ ഞായറാഴ്ചയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ ഇപ്പൊ എപ്പഫ്രാസ് അവിടെ ഉണ്ടോ? എപ്പഫ്രാസ് അവിടെ ഇല്ല. ആവേശം കാണിച്ചു പോയി എന്ന് ആൾക്കാർ പറയുന്നു. തടവിലാണ്. ഹി ഈസ് നോട്ട് ഫിസിക്കലി പ്രസന്റ്. അവിടെ അക്ഷരികമായി ആളില്ല എങ്കിലും ഏത് പരിമിതിയെയും കവിഞ്ഞോടുന്നതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയണം. കാരാഗ്രഹത്തിന് എപ്പഫ്രാസിനെ ബന്ധിക്കാൻ കഴിഞ്ഞു, പോരാട്ട പ്രാർത്ഥനയെ ബന്ധിക്കാൻ കാരാഗ്രഹത്തിന് കഴിയുകയില്ല. തലമുറകളിലുള്ള ബന്ധത്തിലാകട്ടെ, വിവിധ സാഹചര്യങ്ങളിലാകട്ടെ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പോരാടി പ്രാർത്ഥിക്കാൻ ഒരു മാതാവ് തയ്യാറായാൽ, പോരാടി പ്രാർത്ഥിക്കാൻ ഒരു പിതാവ് തയ്യാറായാൽ, ദൈവസഭയുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് പോരാടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ വീരന്മാർ ഇതിനകത്ത് എഴുന്നേറ്റാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലുപ്പമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരുണ്ടോ ഇതിനകത്ത്? ഞാനത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ബൈബിൾ സ്കൂളിൽ പോയ സമയത്ത് പ്രസംഗിക്കാനോ മറ്റൊന്നിനും കഴിവില്ലാത്ത എന്നെ രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ദിവസവും എന്നിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ആ മാറ്റങ്ങൾ സദനേഷ്യ ബൈബിൾ കോളേജ് ചെയ്ത മാറ്റമല്ല. ആ മാറ്റം ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ശക്തിയും ഒരുവരിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ അവൻ ആൾ മാറിയവനായി തീരത്തക്കവണ്ണം ദൈവത്തിന്റെ ശക്തി ആ വ്യക്തിയിൽ വെളിപ്പെടും. പൗലോസ് നോക്കിയപ്പം യാതൊരു റിഗ്രറ്റും ഈ മനുഷ്യനില്ല. പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. മൈലുകൾക്കപ്പുറം എൻ്റെ വിശ്വാസികളിൽ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും അവർ തികഞ്ഞവരാകണം. 3:1 മുതലുള്ള വാക്യങ്ങളിൽ ഈ ആത്മഭാരം ഷെയർ ചെയ്യുന്ന അപ്പോസ്തലൻ എഴുതുകയാ, എങ്ങനെയാ ദൈവഹിതം സംബന്ധിച്ചൊരുവൻ തികവുള്ളവനായി തീരുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളിപ്പോൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണമെങ്കിൽ, അത് മാത്രമല്ല 1-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ശ്രദ്ധിക്കണം. 1-ന്റെ 10-ാമത്തെ നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. എന്താ ഈ പൂർണ്ണ പ്രസാദം എന്ന് പറഞ്ഞാൽ? ദൈവം നമ്മുടെ ആരാധന നോക്കുമ്പോ, നമ്മുടെ ജീവിതം നോക്കുമ്പോ പൂർണ്ണ പ്രസാദം അതെങ്ങനെ ഉണ്ടാകും? 1-ന്റെ 27-ാം വാക്യത്തിൽ യേശുവിന്റെ ആ മിസ്റ്ററി, ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. എന്നിട്ട് 28-ാം വാക്യത്തിൽ പറയുക, ഈ പൂർണ്ണ പ്രസാദത്തിനായിട്ടുള്ള നടപ്പെന്ന് പറഞ്ഞാൽ യേശുവിന്റെ
പക്വത, ആ അളവിനോളം, ആ തികവിലേക്ക് വളർന്നു വരുന്ന അനുഭവമാണ്. 28 വാക്യം കൂടെ വായിക്കുന്നു. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. പൗലോസ് ഈ എപ്പഫ്രാസിന്റെ ആത്മഭാരം ഷെയർ ചെയ്തുകൊണ്ട് എഴുതുകയാ, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. എന്നിട്ട് പറയുക, നിങ്ങൾ യോഗ്യമാവണ്ണം നടക്കുക എന്ന് പറഞ്ഞാൽ ഏതു മനുഷ്യനെയും, ഒരാൾ പോലും മാറിയിരിക്കല്ല, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു, ഞങ്ങൾ ഉപദേശിക്കുന്നു. തികഞ്ഞ അനുഭവം, തികവിലേക്ക് എങ്ങനെ വരാം? 2:6-7 കൂടെ ഞാൻ ഒന്ന് പറഞ്ഞു വിടട്ടെ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. എന്താ കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ? ആ കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ പ്രസാദത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ ആ പക്വതയിലേക്ക് വരണം. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അവനിൽ വേരൂന്നിയും ആത്മീക വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതുപോലെ വിശ്വാസത്തിൽ വേരൂന്നിയും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കണമെന്ന് പറയുകയാണ്. ഇതിന്റെ എല്ലാം കൂടെ ആകത്തുകയാണ് 3:1 മുതൽ. ഈ പക്വത, ഈ പ്രസാദമുള്ള നടപ്പ്, ഈ തികവ്, വിശ്വാസത്തിൽ വേരൂന്നിയ ഒരാളെ എങ്ങനെ കണ്ടാൽ അറിയാം? സ്തോത്രത്തിൽ കവിയുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാ ജീവിതം ഇരിക്കുന്നത്? 3:1 ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. ഈ ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്ന വാക്കാണ് മരണം, ഉയർപ്പ്. 2:12 വാക്യത്തിലാണ് പ്രധാനമായൊരു വാക്ക് മരണം. നോക്കിക്കേ, സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. എന്നിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിച്ചു. ആവർത്തിച്ച് പറയുന്ന വാക്കാണ് മരിച്ചവർ. 2:13 മരിച്ചവർ എന്ന് പറഞ്ഞാൽ അതിക്രമങ്ങളിൽ മരിച്ചവർ. ഇതേ വാക്കാണ് എഫേസ്യ ലേഖനം 2:1 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. പാപത്തിലും അകൃത്യങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? അതിക്രമങ്ങളിൽ മരിച്ചവർ, പാപത്തിലും അതിക്രമങ്ങളിലും മരിച്ചവരായ നിങ്ങൾ എന്ന് പറഞ്ഞാൽ, ആ വാക്യത്തിലെ മരിച്ചവർ എന്ന് പറഞ്ഞാൽ ദൈവ വിഷയവുമായി ജീവനില്ലാത്തവർ, ദൈവത്തിന്റെ ജീവനില്ലാത്തവർ, ദൈവത്തോടുള്ള ബന്ധത്തിൽ മരണം. അതിക്രമങ്ങളിൽ മരിച്ചുവെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്നിരിക്കുന്നു. എനിക്ക് ദൈവത്തിന്റെ ഹിതം അറിയത്തില്ല, ഞാൻ മരിച്ചവനാണ്, എനിക്ക് പ്രതികരിക്കാൻ ഒക്കുന്നില്ല. ഈ മരിച്ചവൻ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും കർത്തൃത്വങ്ങളുടെയും ഒക്കെ സ്വാധീനത്തിലാ ജീവിക്കുന്നത്. മനുഷ്യന്റെ സമ്പ്രദായങ്ങളും ലോകത്തിന്റെ കാലഗതികളും ഒക്കെ അനുസരിച്ച ഈ മരിച്ചവൻ ജീവിക്കുന്നത്. അവനിൽ ജീവനില്ല. ഏത് ജീവനില്ല? ദൈവത്തിന്റെ ജീവനില്ല. അതിക്രമങ്ങളിൽ മരിച്ചിരിക്കുകയാണ് ആള്. 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ അടുത്തൊരു മരണം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ: നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? വാക്യങ്ങൾ എല്ലാവരും കാണുന്നുണ്ടോ? കാണുന്നവരൊന്ന് കൈ ഉയർത്താമോ? 2:13 ഒരു മരണം. അതെന്ത് മരണമാ? അതിക്രമങ്ങളിൽ, നിങ്ങളുടെ ജഡമനസ്സിന്റെ ഇച്ഛകളിലൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവജീവൻ ഇല്ലാത്ത അവസ്ഥ. പാപത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ there is no life, there is no relationship with God. 2:20 വേറൊരു മരണം. അതേത് മരണമാ? ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. ആദ്യത്തെ യു ആർ ഡെഡ് ഇൻ സിൻ,
ആണെങ്കിൽ ഇവിടെ പറയുന്നത് യു ആർ ഡെഡ് ടു സിൻ. പാപത്തോടുള്ള ബന്ധത്തിൽ, ആദ്യ പാഠങ്ങളോടുള്ള ബന്ധത്തിൽ. എങ്ങനെ മരിച്ചെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ. എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? മരണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു വേർപാടാണ്. ഡിയർ വൺസിൽ നിന്നും, സ്നേഹിച്ചവരിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നുമൊക്കെയുള്ള ഒരു വേർപാടാണ്. അതുകൊണ്ടാണല്ലോ മൂലപദത്തിൽ അതിനെ ക്യാരി ചെയ്യുന്ന വാക്കെന്ന് പറഞ്ഞാൽ അത് എക്സോഡസ് ആണ്, അത് വിമോചനമാണ്. 2:20 വിമോചനം. മരിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിൽ മരിച്ചിരിക്കുക എന്നല്ല, എന്റെ പഴയ അവസ്ഥയിൽ നിന്നും ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന് പറഞ്ഞാൽ ആ വേർപാടിനെ കാണിക്കുന്നു. ഐ ആം ഇൻകോർപ്പറേറ്റഡ് വിത്ത് ക്രൈസ്റ്റ്, ഐ ആം റിലീസ്ഡ് ഫ്രം മൈ ഓൾഡ് ലൈഫ് എന്നാണ് 2:20 പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 4 പേര് സ്നാനപ്പെട്ടു. എന്താ സ്നാനത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത്? എന്താണ്? ആ സ്നാനജലത്തിൽ ഒരു മാജിക്കും ഇല്ല. ആ സ്നാനജലം ഇവിടുന്ന് ടാങ്കിൽ കൊണ്ടുവന്ന് വെച്ച് നിറയ്ക്കുന്ന വെള്ളമാണ്. അത് ജീവനുള്ള വെള്ളമല്ല. അതിനകത്ത് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു വ്യാപാരമോ പൊടിയോ എണ്ണയോ ഒന്നും കലക്കുന്നില്ല. ആരാ സ്നാനപ്പെടുന്നത് ചോദിച്ചാൽ പാപത്തിൽ മരിച്ചവനായ വ്യക്തി, അവനിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് പാപബോധമുണ്ടായി വിശ്വാസത്താൽ യേശു എന്ന രക്ഷകനെ സ്വീകരിക്കുമ്പോൾ അവൻ എക്സഡസ് ഉണ്ടാകുന്നു. യേശുവിന്റെ വിമോചന യാത്രയിൽ അവന് പങ്കാളിത്തം ലഭിച്ച് അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാൻ വേണ്ടി, പരസ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഈ സ്നാനജലത്തിൽ കഴിഞ്ഞ ദിവസം പൊങ്ങിയത്. മരിച്ചവർ അവരടക്കപ്പെടുന്നു. അടക്കപ്പെടുക മാത്രമല്ല, അവർ വിമോചിക്കപ്പെടുന്നു. ആരുടെ കൂടെ? യേശുവിനോട് കൂടെ അവർ വിമോചിക്കപ്പെടുകയാണ്. പഴയ സമ്പ്രദായത്തിൽ നിന്നും, പഴയ ചിന്തകളിൽ നിന്നും, സ്വാധീനങ്ങളിൽ നിന്നും അവരെ കെട്ടഴിച്ചു വിടുന്നത് പോലെ ക്രിസ്തുവിനോട് കൂടെ അവർ വിമോചിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് സ്നാനപ്പെട്ട് കയറുമ്പോ പിന്നെയും പറയുന്നു, അപ്പോഴല്ല മാജിക്. പക്ഷേ ഈ പ്രഖ്യാപനം നല്ല മനസാക്ഷിയുടെ അപേക്ഷയായി പരസ്യമായി സ്നാനജലത്തിൽ ഇറങ്ങിയ ഒരാളിൽ ഇരുട്ടും വെളിച്ചവും പോലുള്ള മാറ്റം കാണേണ്ടതാണ്. മരണത്തിന്റെ പാശങ്ങളും ഇരുട്ടിന്റെ ശക്തികളും അജ്ഞാനത്തിന്റെ ഇൻഫ്ലുവൻസും മാറി വെളിച്ചം വീശുന്ന, ലോകത്തിന്റെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ജ്ഞാനം ആ വ്യക്തിയിൽ വെളിപ്പെടുന്ന അങ്ങനെയുള്ള ഒരു പ്രകാശം വീണ്ടെടുക്കപ്പെട്ടവരിൽ കാണേണ്ടതാണ്. അല്ലാതെ കേവലം ഒരു റിലീജിയസ് റിച്വൽ അല്ല സ്നാനം എന്ന് പറയുന്നത്. പരിച്ഛേദനയ്ക്ക് പകരമായി ക്രിസ്ത്യാനിത്വം കണ്ടുപിടിച്ചതല്ല സ്നാനം. ഇവിടെ പറയുന്ന പരിച്ഛേദന എന്ന് പറയുന്നത് 2-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ എന്ത് പരിച്ഛേദനയാ? അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ രൂപാന്തരം ലഭിച്ചു. കൈകൊണ്ടുള്ള പരിച്ഛേദനയല്ല, ഹൃദയത്തിൽ രൂപാന്തരം അനുഭവിച്ചവരാണ് സ്നാനജലത്തിൽ അതിനെ പബ്ലിക്കായി ഡിക്ലെയർ ചെയ്യുന്നത്. ഐ ആം എ ന്യൂ ക്രിയേഷൻ, ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്, ഐ വാണ്ട് ടു ടെസ്റ്റിഫൈ ദ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ്, മൈ അസോസിയേഷൻ വിത്ത് ദാറ്റ് ഡെത്ത്. അതിനെ പ്രൊക്ലെയിം ചെയ്യുന്നതാണ് സ്നാനം. പാപത്തിൽ മരിച്ചവർ, അത് 2:13. 2:20 പാപത്തിൽ മരിച്ചവരെ അടുത്തൊരു മരണമെന്ന ദൃഷ്ടാന്തത്തിലൂടെ പറയുക, നിങ്ങൾ വിമോചിക്കപ്പെടുക. മരണത്തിൽ നമ്മുടെ ഭൗമികമായ ബന്ധങ്ങൾ വിടുന്നത് പോലെ ക്രിസ്തുവിനോട് കൂടെ മരിച്ചവർ പഴയ ബന്ധങ്ങൾ വിട്ട് വിമോചിക്കപ്പെടുന്നവരാണ്. ഇങ്ങനെ വിമോചിക്കപ്പെടുന്നവർ 3-5 വാക്യത്തിൽ മരിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന്. അപ്പൊ 3 പ്രാവശ്യം കാണുകയാണ് മരണം, മരണം, മരണം. പാപത്തിൽ മരിച്ചവർ, ക്രിസ്തുവിനോട് കൂടെ മരിച്ചവർ. 3-5 വാക്യത്തിൽ ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. പാപത്തിൽ മരിച്ചൊരു വ്യക്തിക്ക് മരിപ്പിപ്പാൻ കഴിയുകയില്ല. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ജീവിച്ചൊരു വ്യക്തിക്ക് ഇനിയും പാപത്തെ മരിപ്പിപ്പാനുള്ള ജീവനും ശക്തിയും അവനിൽ വ്യാപരിക്കുന്നുണ്ട്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
പാപത്തിൽ മരിച്ചവനിൽ ദൈവത്തിന്റെ ജീവനില്ല. എന്നാൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ചുയർത്തെഴുന്നേറ്റവനിൽ ജീവൻ വ്യാപരിക്കുന്നു. ഈ പഴയ പ്രവർത്തികളെ മരിപ്പിപ്പാനുള്ള ശക്തിയും ജീവനും അവനിൽ വ്യാപരിക്കുന്നു. ഇതാ പൊതുവായിട്ടുള്ള പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ 3:1 പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പാപത്തിൽ മരിച്ചവരല്ല, ക്രിസ്തുവിനോട് കൂടെ മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങൾ പൂർണ്ണരാകണം. നിങ്ങൾ മെച്യൂരിറ്റിയിലേക്ക് വരണം. എങ്ങനെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ ഒരാള് പാപത്തെ മരിപ്പിക്കണം. അതിന്റെയൊക്കെ അടിസ്ഥാനം ഇരിക്കുന്നത് എന്താ? അതിന്റെ അടിസ്ഥാനം ഇരിക്കുന്നത് കൊലോസ്യയിലുള്ളവർ ചിന്തിച്ചത് എന്താണെന്നറിയാം? കൊലോസ്യയിലുള്ളവർ ചിന്തിച്ചത് 2:21 വാക്യം. നിങ്ങൾക്കറിയാമല്ലോ, ചാപ്റ്റർ ഡിവിഷനും വേഴ്സ് ഡിവിഷനും ഒക്കെ പിന്നീട് വന്നതാണ്. ഈ 3:1 മനസ്സിലാക്കേണ്ടത് 2:21 പശ്ചാത്തലത്തിലാണ്. അതിനെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ടാണെന്ന് പറയുന്നത്. കൊലോസ്യയിലുള്ളവർ ചിന്തിച്ചത് ഞങ്ങൾക്ക് പൂർണ്ണരാകണം, ഞങ്ങൾക്ക് ഭക്തരാകണം, ഞങ്ങൾക്ക് ജ്ഞാനികളാകണം, ഞങ്ങൾക്ക് ഹോളി ആകണം. അതുകൊണ്ട് എന്തു ചെയ്യണം? അവർ പഠിച്ചത് തിന്നരുത്, പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത്, ചട്ടങ്ങൾ. കുറെ ചട്ടങ്ങൾ പഠിച്ചു. പക്ഷേ മാറ്റം എവിടെ ഇല്ല? ഹൃദയത്തിന്റെ അകത്ത് ഒരു മാറ്റവും ഇല്ല. തൊടരുത്, പിടിക്കരുത്, തിന്നരുത്, കുടിക്കരുത്, അവരങ്ങോട്ട് ഉപവസിക്കാൻ തുടങ്ങി. അവരോർക്കുന്ന വെള്ളിയാഴ്ച ഒരു ദിവസം ഉപവസിച്ചാൽ എല്ലാം ശരിയാവും. ഞായറാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നാൽ ശരിയാവും. ഇതിനെ വിളിക്കുന്ന അസറ്റിസം എന്നാണ്. അസറ്റിസം എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള ഈ വികാരങ്ങളെയൊക്കെ മരിപ്പിക്കാൻ വേണ്ടി പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പാപം കയറുന്നു എന്ന് ചിന്തിച്ച് അതിനെ നിയന്ത്രിക്കാനുള്ള ഇടപാടുകൾ ചെയ്യുകയാണ്. പക്ഷെ അവര് മിസ്സാക്കിയ ഒരു കാര്യം, ആത്യന്തികമായി ഔട്ട്സൈഡിൽ നിന്നല്ല ഇത് വരേണ്ടത്, ഇൻസൈഡ് ഔട്ട് ട്രാൻസ്ഫോർമേഷൻ ആണ് കിങ്ഡം ഓഫ് ഗോഡിൽ നടക്കേണ്ടത്. ഇത് തൊലിപ്പുറത്തെ ഒരു ക്രമീകരണമല്ല, ഇതൊരു കോസ്മെറ്റിക് ചേഞ്ച് അല്ല, ഇത് എന്റെ എഫേർട്ടിനാൽ ലഭിക്കുന്ന ഒരു പൊസിഷൻ അല്ല. പൊസിഷൻ ഓൾറെഡി ലഭിച്ചിരിക്കുകയാണ് കൃപയാൽ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നമ്മൾ എന്തെങ്കിലും സൽപ്രവൃത്തി കൊണ്ട് അങ്ങ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല. അതിക്രമങ്ങളാലും പാപങ്ങളിൽ മരിച്ചവരെ തന്റെ സ്നേഹനിമിത്തം, കൃപ നിമിത്തം, കരുണ നിമിത്തം, ബൈബിൾ പറയുന്ന ഭാഷ, നമ്മളെ ഉയർപ്പിച്ചിരിക്കുക. അതല്ലേ രക്ഷയിൽ നടക്കുന്നത്. നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ സ്നേഹത്താൽ, ദൈവത്തിന്റെ മനസ്സലിവിനാൽ. ഒന്നിനും കൊള്ളാത്ത നമ്മളെ, നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട നമ്മളെ, ദുഷ്പ്രവർത്തിക്കാരായ നമ്മളെ, ദൈവത്തിന്റെ ക്രോധം നമ്മുടെ മേൽ നിന്ന അവസ്ഥയിൽ അവൻ നമ്മളെ വിമോചിച്ച് വീണ്ടെടുത്ത് പുത്രന്മാരാക്കി തീർത്ത അത്ഭുതമാണ് ഈ ബൈബിൾ പറയുന്നത്. അല്ലാതെ ബാഹ്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ല മകനായി തീരാൻ. മകനും മകളും ആക്കപ്പെട്ടവർ പുറമേയുള്ള ഒരു ക്രമീകരണങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. 3:1 പറയുക, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. അത് അത്ഭുതമാണ് നടന്നത്. അത് നടന്നെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബാഹ്യമായി ഹൃദയരൂപാന്തരമില്ലാത്ത കുറച്ച് ബാഹ്യപരിപാടിയല്ല. നിങ്ങൾ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭയങ്കര വാക്കാണ്. എവിടെയുള്ളത് അന്വേഷിക്കണം? ശരിക്കും രക്ഷിക്കപ്പെട്ടയാൾ ഈ തികവിലേക്ക് വരണമെങ്കിൽ, ആത്മീക പക്വതയിലേക്ക് വരണമെങ്കിൽ, 4:12 കണ്ടില്ലേ എപ്പാഫ്രാസ് രാവിലെയും പകലെയും ഇരുന്ന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ പോരാടുക. എന്തിനാ? അവർ തികവുള്ളവരാകണം, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണം. 1:10 കണ്ടില്ലേ പൂർണ്ണ പ്രസാദത്തിനായിട്ട് അവർ നടക്കണം. 2:6 കണ്ടില്ലേ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും വിശ്വാസത്തിൽ വേരൂന്നിയും സ്തോത്രത്തിൽ കവിഞ്ഞു. ഇതെങ്ങനെ നടക്കും? ഇത് ആഴ്ചയിലെ ഒരു ദിവസം ഇങ്ങോട്ട് വന്നിരുന്നാൽ നടക്കത്തില്ല. ഇത് വെള്ളിയാഴ്ച ഒരു ദിവസമോ സൂമിൽ മാത്രം ഇത് നടക്കത്തില്ല. ക്രിസ്തുവിനോട് കൂടെ ഒരാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ
ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ തുടങ്ങും ആ വ്യക്തി. എപ്പോഴാ? യോഗത്തിന് വരുമ്പോൾ മാത്രമല്ല, ജോലി സ്ഥലത്തും ഏതവസ്ഥയിലും. ഫാമിലി പ്രയറിന് മാത്രമല്ല, എപ്പോഴും ഒരന്വേഷണം. ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹി വിൽ സീക്ക്. പഴയ മനുഷ്യൻ അന്വേഷിക്കുന്നതെല്ലാം ഈ ലോകത്തിന്റെ നന്മകളാ. ഈ പുതുതാക്കപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ അവൻ അന്വേഷിക്കാൻ പോകുന്നത് ഉയരത്തിലുള്ള. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ക്രിസ്തുവിനെ അവിടെ എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? കൊലോസ്യ ലേഖനം ഒറ്റ വാക്യം പറഞ്ഞ ഇറ്റ്സ് അബൌട്ട് ക്രൈസ്റ്റ്. 1:15 മുതലുള്ള വാക്യങ്ങളുണ്ടല്ലോ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ ആ ഒരു വെളിപ്പാട് 1:15. എന്നിട്ട് പറയുന്ന 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ, സ്വർലോകങ്ങളാകട്ടെ ഭൂലോകങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ, ഇവരെയൊക്കെയും സൃഷ്ടിച്ചത് അവനാണ്. അവനായിട്ടാ സൃഷ്ടിച്ചത്. 1:19 പറയുന്ന ഇങ്ങനെയല്ലേ, അവനിലാണ് സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. എന്നിട്ട് യേശുവിനെ പറയുന്നില്ലേ, അവൻ സഭയാകുന്ന ശരീരത്തിന്റെ തലയുമാണ്. സൃഷ്ടിയിൽ ആദ്യജാതൻ മാത്രമല്ല, ദൈവത്തിന്റെ പ്രതിമ മാത്രമല്ല, സർവ സൃഷ്ടിക്കും ആദ്യജാതനും ആ പ്രതിമയും എല്ലാറ്റെയും സൃഷ്ടിച്ചവനും ശരീരത്തിന്റെ തലയും മാത്രമല്ല. ഇവിടെ ഒരു വെളിപ്പാട് യേശുവിനെ കുറിച്ച് പറയുക. എങ്ങനെയാ? ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവനായ ക്രിസ്തു. എവിടെയാ ഇതെല്ലാം നടക്കുന്നത്? ഉയരത്തിൽ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവനായ ക്രിസ്തുവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ. ആ പദപ്രയോഗം വളരെ ഇമ്പോർട്ടന്റ് ആയ പദപ്രയോഗമാണ്. ഏത്? ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത്. ക്രിസ്തുവിനെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന വ്യക്തി ഇപ്പൊ കാണുന്നത്? ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ശരി, അപ്പോസ്തല പ്രവൃത്തി സ്തെഫാനോസിന്റെ മരണത്തിൽ ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുന്നു. ഇവിടെ ഒരു വെളിപ്പാട് പറയുക, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവന്റെ കണ്ണിൽ അവൻ അന്വേഷിക്കേണ്ടത്. കേൾക്കണം. ഇവരന്വേഷിച്ചോണ്ടിരിക്കുക. കൊലോസിയിലെ സഭ എന്തോ അന്വേഷിക്കുന്നത്? ഞങ്ങൾക്ക് വളരണം, ആത്മീയമായി അടുത്ത ലെവലിലേക്ക് പ്രവേശിക്കണം. അതിനവർ ഏത് മാർഗമാണ് സ്വീകരിച്ചത്? 2:18 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നത് രസിച്ച്. അടുത്ത വാക്ക് എഴുതിയിട്ടുണ്ട്, സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ച്. അവര് അതിനായി എടുത്ത മാർഗം ദർശനത്തിന്റെ മാർഗമാണ്. ഞങ്ങൾക്ക് വളരണം, ആത്മീയമായി വളരണം. അതിനുവേണ്ടി താഴ്മയിൽ രസിക്കുക എന്ന് പറഞ്ഞാൽ താഴ്മയും ഉപവാസവും തമ്മിൽ ബന്ധമുണ്ട്. അവർ ശരീരദണ്ഡനത്തിൽ രസിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് വളരണം, ആത്മീയ വളരണം, പക്വതയിൽ വരണം. ദൂതന്മാരെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറീസ്, ദൈവത്തിൽ നിന്നൊക്കെ ശ്രദ്ധ പോയിട്ടിപ്പോ ഇടനിലക്കാരെ ആരാധിക്കുന്ന സ്ഥിതി. മാത്രമല്ല, അവർ സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കുന്ന ഉയരത്തിലെ ദർശനമല്ല, ഈ ലോകത്തിലെ ദർശനങ്ങൾ, ജഡമനസ്സിനെ ചീർപ്പിക്കുന്ന ദർശനങ്ങൾ എന്ന വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വാക്യത്തിന്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാ, തലയെ മുറുകെ പിടിക്കാത്തൊരു ആത്മീയതയിലേക്ക് അവർ പ്രവേശിച്ചു. കൊലോസ്യ സഭയിലോട്ട് കയറി ചെന്നാൽ അവിടെ കൊട്ടുണ്ട്, പാട്ടുണ്ട്, സ്തോത്രമുണ്ട്, ഹല്ലേലൂയ, സ്നാനമുണ്ട്. പക്ഷെ ഇവരുടെ ഒന്നും മനസ്സ് ഈ ഉയരത്തിലുള്ള കാഴ്ചയിലല്ലിരിക്കുന്നത്. സ്വന്തം മനസ്സിനാൽ ദർശനങ്ങൾ കാണുന്നു, ജഡമനസ്സിനാൽ ചീർത്ത് താഴ്മയിൽ രസിച്ച്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബാഹ്യമായ ഒരു മതം, ഹൃദയരൂപാന്തരം ഇല്ലാത്ത കുറെ വെളിപ്പാട്, ജഡമനസ്സിനെ ചീർപ്പിക്കുന്ന കുറച്ച് ദൂതുകൾ ഇങ്ങനെ അധപ്പതിച്ചിരിക്കുക. അവരോട് പറയുക, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ, ക്രിസ്തു ഇരിക്കുന്നു എന്നത് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? പഴയ നിയമത്തിലെ ഭക്തന്മാരെല്ലാം, അവിടുത്തെ പുരോഹിതന്മാരെല്ലാം നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്നു. ഈ ഇരിക്കുന്ന ക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയാമോ? പാപത്തോടുള്ള ബന്ധത്തിൽ, വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ അവസാന വിലയും അവസാന തുള്ളി രക്തവും ഊറ്റിക്കൊടുത്ത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സകലവും നിവർത്തിച്ച യേശു ഇതാ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ, സങ്കീർത്തനം 110 ഇരിക്കുന്നവനായ ദൈവത്തിന്റെ വെളിപ്പാടാണ് ക്രിസ്തു
ക്രിസ്തു എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. ആ വെളിപ്പാട് കാണണം. ഇന്ന് തിരുമേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഈ മേശയിലേക്ക് അടുത്തു വരുമ്പോഴും നമ്മൾ കാണുന്നത് കാൽവറി ദർശനമാണ്. നമ്മൾ എങ്ങനെങ്കിലും സ്ട്രഗിൾ ചെയ്യുകയല്ല, അയ്യോ എനിക്കൊരു സീറ്റ് അവിടെ കിട്ടുമോ, അല്ല. രക്ഷയോടുള്ള ബന്ധത്തിൽ സകലവും നിവർത്തിച്ച് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയാ. രക്ഷണ്യ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്ന യേശുവിനെ അന്വേഷിക്കാനുള്ള ഒരു ബുദ്ധി ഉയർത്തെഴുന്നേറ്റവരിൽ വേണം. എന്ന് പറഞ്ഞാൽ എന്താ? ഈ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന സ്വർലോക മഹിമകളെ വിട്ട് താഴ്മ ഭൂമിയിൽ വന്ന് പ്രായച്ചിത്ത മരണമായി തൻ്റെ ദേഹം എന്ന തിരശീല ചീന്തി നമ്മെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, നിൻ സ്നേഹം മാധുര്യം, അത് അവർണ്ണനീയം. ഈ കാഴ്ച കാണുമ്പോ എൻ്റെ അന്വേഷണം മുഴുവൻ, ഉയർത്തെഴുന്നേറ്റവന്റെ അന്വേഷണം മുഴുവൻ, പക്വതയിലേക്ക് പോകാൻ വിളിക്കപ്പെട്ടവന്റെ അന്വേഷണം മുഴുവൻ ലോകത്തിൽ കാണുന്നതല്ല, ലോകത്തിൽ കാണാത്ത ക്രിസ്തുവിന്റെ ആ വെളിപ്പാടിനെ അന്വേഷിക്കുക. ആ പദം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 3:1 അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ലൂക്കോസ് 15 കാണുന്നത്. ആ കോയിൻ നഷ്ടപ്പെട്ട സ്ത്രീ എന്ത് ചെയ്യുന്നു? വീട് മുഴുവൻ അന്വേഷിക്കുക. ഇപ്പൊ ഇന്നിവിടെ വന്നു നിങ്ങൾ ആരെങ്കിലും പറയോ എൻ്റെ മൊബൈൽ കാണുന്നില്ല, എടുത്തായിരുന്നോ അറിയത്തില്ല, വണ്ടിയെ നോക്കുന്നു കാണുന്നില്ല, തിരിച്ച് വീട്ടിൽ ചെന്നും കാണുന്നില്ലെങ്കിൽ ഒരു അന്വേഷണം തുടങ്ങത്തില്ലേ? ബെഡ്ഷീറ്റ് എടുത്ത് കുടയുന്നു, പില്ലോ മാറ്റി നോക്കുന്നു, എന്തിയേ? അന്വേഷണം എന്ന പദം എപ്പോഴാ വരുന്നത്? മുമ്പിൽ കാണുന്ന ആരെങ്കിലും അന്വേഷിക്കുവോ? മുമ്പിൽ കാണുന്ന എനിക്ക് കാണാം. എന്താ നമ്മൾ അന്വേഷിക്കുന്നത്? എൻ്റെ അക്ഷരിക കണ്ണിൽ ഇപ്പൊ കാണാത്തൊരു കാര്യമല്ലേ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കണ്ണ് കാണുന്നത് വണ്ടിയും വീടും വസ്തുവുമേ ഉള്ളൂ. ഒരു പ്ലോട്ട് ഫോർ സെയിൽ കാണുമ്പോ എത്ര ആയിരിക്കും, വാങ്ങിച്ചാൽ കൊള്ളാം, ഇതേ എൻ്റെ കണ്ണ് കാണുന്നുള്ളൂ. എൻ്റെ കണ്ണ് കാണാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ഉയരത്തിലെ യാഥാർത്ഥ്യമാണ്. പിതാവിന്റെ വലത്ത് ഭാഗത്ത് രക്ഷണ്യ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ വെളിപ്പാട് അക്ഷരിക കണ്ണിൽ കാണുന്നില്ല. പക്ഷേ അന്വേഷിച്ച് ഞാൻ കണ്ടെത്തണം. ആ സ്നേഹത്തിന്റെ വലുപ്പം, ആ രക്ഷയുടെ സാധ്യത ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കണമെന്ന്. ഇതല്ലേ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് 10-13 സഭകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് പറയുക, എനിക്കവനെ അറിയണം, അവന്റെ മരണത്തിൽ എനിക്ക് പങ്കാളിത്തം വേണം. ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഓർക്കും ഒരു അൺബിലീവർ പറയുക. പരസ്യയോഗത്തിൽ യേശുവിനെ ഉയർത്തിയപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന ഒരാൾ പറയുക, ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ്. യെസ്, ആ തലമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പരസ്യയോഗത്തിൽ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, എനിക്കന്ന് 8-9 വയസ്സേ ഉള്ളൂ. പറക്കോട് സ്ഥലത്ത് ഒരു പരസ്യയോഗം നടക്കുമ്പോൾ ഇന്നും എൻ്റെ മുമ്പിൽ ആ ചിത്രമുണ്ട്. ഓട്ടോയിൽ സൈഡിലിരുന്ന് പരസ്യയോഗം കേട്ട വ്യക്തി ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിലെ ഒരു ഡിസ്ട്രിക്ട് പാസ്റ്ററാണ്. ആ പരസ്യയോഗത്തിൽ സുവിശേഷം കേട്ടപ്പോ ഇന്ന് പലർക്കും ആശയക്കുഴപ്പമുണ്ട്. പരസ്യത്തിൽ വല്ലതും നടക്കുമോ? പരസ്യത്തിൽ നടക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ ഒരുക്കപ്പെട്ട ആലയത്തിൽ മാത്രമല്ല ദൈവവചനം കേൾക്കുമ്പോൾ പ്രവർത്തിക്കുന്നത്. കവലകളിൽ നിന്ന് അവർ പാടുമ്പോഴും പ്രസംഗിക്കുമ്പോഴും നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെ ദൈവത്തിന് ആകർഷിക്കാൻ കഴിയും, അവരിൽ രൂപാന്തരം കൊണ്ടുവരാൻ കഴിയും. സാഹചര്യത്തിന്റെ ക്രമീകരണങ്ങളിലല്ല, വചനത്തിന്റെ ശക്തി കവലകളിലും പതിയും തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ. അപ്പൊ ഈ അവസ്ഥയിൽ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അന്വേഷിക്കുകയാണ് ഉയർത്തെഴുന്നേറ്റവർ. പൗലോസ് പറഞ്ഞത് 13 സഭ കഴിഞ്ഞിട്ട് പറയുക, എനിക്ക് യേശുവിനെ അറിയണമെന്ന് പറഞ്ഞാൽ എന്തോ. അപ്പൊ ഇത്രയും നാൾ പ്രസംഗിച്ചത് യേശുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്, യേശുവിന്റെ രക്ഷയാ പ്രസംഗിച്ചത്. പക്ഷേ ഈ 3:1 താൻ എഴുതുന്നത്, ഫിലിപ്പി ലേഖനം 3 താൻ പറയുന്നത്, ഉയർത്തെഴുന്നേറ്റവർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല.
അവരെപ്പോഴും ആകാംക്ഷയോടെ I want to know the depth of his love, the height of his love, the width of his love. ദൈവസ്നേഹത്തിന്റെ നീളം, ആഴം, ഉയരം, വീതി ഇത് ആർക്ക് തിരിച്ചറിയാം? എന്നെ കാണിക്കണമേ എന്നൊരു അന്വേഷണം. ഇരിക്കുന്ന യേശുവിന് ഒന്നുകൂടെ നമ്മളോട് സംസാരിക്കാനുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു, രക്ഷണ്യ പ്രവൃത്തിയുള്ള ബന്ധത്തിൽ എന്ന് മാത്രമല്ല, റോമാലേഖനം 8 ഭാഷയിൽ ഈ വലത്ത് വശത്തിരിക്കുന്ന യേശു ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, ഓൺ ബിഹാഫ് ഓഫ് us he is interceding in the presence of Father. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ ദർശനം ഞാൻ അന്വേഷിക്കണം. നമുക്ക് സന്തോഷമില്ലേ ഒരാൾ നമ്മളോട് പറയുക? ഇപ്പൊ എന്നോട് നിങ്ങൾ ആരും പറയും, ജോമോനെ പ്രാർത്ഥിക്കുന്നു, എനിക്ക് വലിയ സന്തോഷമാണ്, എന്നെ അത് ഭയങ്കര ഒരു ബലമാണ് എന്നിൽ തരുന്നത്. പക്ഷേ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്റർസെഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ, ഇത് കൊച്ചുബുദ്ധിയിൽ നമ്മൾ കാണുന്നില്ലെന്ന്. നമ്മൾ കാണുന്നത് മനുഷ്യരാ. നമ്മളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന മനുഷ്യർ ചിലപ്പോൾ മറന്നുപോകും. അല്ല, അവരെന്താ പ്രാർത്ഥി നമുക്കറിയില്ല. എന്നാൽ ഈ വാക്യത്തിന് മാറ്റമില്ല. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവർ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന യേശുവിനെ ഞാൻ അന്വേഷിക്കുന്നു. രക്ഷയോടുള്ള ബന്ധത്തിൽ ആ ഇരുപ്പ് പ്രാധാന്യമാ. എന്റെ സാങ്ക്ടിഫിക്കേഷനുള്ള ബന്ധത്തിൽ ആ ഇരുപ്പ് പ്രാധാന്യമാ. എന്റെ ക്രിസ്ത്യൻ ലൈഫിനോടുള്ള ബന്ധത്തിൽ ആ ഇരുപ്പ് പ്രാധാന്യമാണോ? ആണു. എന്താ ഇരുപ്പ് കാണിക്കുന്നതെന്നറിയാമോ? പലരും വിശ്വസിക്കുന്നത്, ഇപ്പൊ ഈ കാലത്ത് പ്രത്യേകിച്ച് ഒരുപാട് പഠിച്ചൊക്കെ കഴിയുമ്പം ഭൂതങ്ങളുണ്ടോ, ഭൂതശക്തികളുണ്ടോ, ചില രോഗത്തിന്റെ പിമ്പിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ, ഇതൊന്നും ആൾക്കാർക്ക് ഇപ്പൊ പൊതുവെ വിശ്വാസമില്ല. പലരും ചിന്തിക്കുന്നത് ഇതെല്ലാം മെന്റൽ പ്രോബ്ലം ആണ്, കെമിക്കൽ റിയാക്ഷൻ ആണ്, ബലഹീന ബോഡിയാണ്, ഇതൊക്കെയാ പറയുന്നത്. പക്ഷേ ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നു, ദുരാത്മശക്തികളുടെ സ്വാധീനം ഈ ലോകത്തിലുണ്ട്. നമ്മൾ അതിനുള്ള പഴുത് കൊടുത്തു കഴിഞ്ഞാൽ ദുരാത്മശക്തികളുടെ സ്വാധീനങ്ങൾ കയറി വരാം. ചില രോഗങ്ങളുടെ പിമ്പിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. ചില കുടുംബങ്ങളെ തകർക്കുവാൻ വേണ്ടി പിശാചിന്റെ സ്വാധീനം ഉപയോഗിച്ച് മന്ത്രവാദവും ആഭിചാരവും ഒക്കെ കെട്ടുകൾ കെട്ടുന്ന അവസ്ഥകളില്ലേ? ഉയർത്തെഴുന്നേറ്റ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശു എന്നോടൊരു വലിയ സത്യം വിളിച്ചു പറയുന്നു. ഏതാ സത്യമെന്നറിയാമോ? ദൃശ്യമായതാകട്ടെ, അദൃശ്യമായതാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ഇതിനെയെല്ലാം ക്രൂശിൽ അതിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി ഇതിനെ ആയുധവർഗം വെപ്പിച്ച് ഇരിക്കുന്ന യേശുവിന്റെ ദർശനം എന്നിൽ ധൈര്യം ഉളവാക്കുന്നു. രക്ഷയ്ക്ക് പൂർണ്ണമായത് അവൻ ചെയ്തു. എന്റെ സാങ്ക്ടിഫിക്കേഷന്, വിശുദ്ധീകരണത്തിന് അവന്റെ ഒത്താശ പിന്താങ്ങെനിക്കുണ്ട്. എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഭൗമീമ മേഖലയിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോ വിശ്വാസത്തിന്റെ പരിശോധന ദൈവം അനുവദിച്ചേക്കാം. ഈ ലോകത്തിൽ താഴ്ചയുള്ള ശരീരത്തിൽ രോഗം വന്നേക്കാം. എന്നാൽ ദുരാത്മശക്തികളോ പൈശാചിക മേഖലയോ എനിക്കെതിരെ വരുമ്പോ ഒരു കവചമായി എന്നെ സൂക്ഷിക്കുന്ന ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് ചുറ്റിനുമുണ്ട് എന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. നമ്മുടെ വലിയ മതിലല്ല നമ്മളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അല്ല നമ്മളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വിറ്റമിൻ ക്യാപ്സ്യൂൾസ് അല്ല നമ്മളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കാൻ അവസാന ശ്വാസം വരെ ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചത് നിറപടിയായി നിറവേറ്റുവാനായി അമിത ബലവും അമിത ശക്തിയും ദൈവത്തിന്റെ സംരക്ഷണവും നമ്മുടെ ചുറ്റിനുമുണ്ട് എന്നിന്ന് മനസ്സിലാക്കണം. ഈ യേശുവിനെ ഞാൻ അന്വേഷിക്കുമ്പോൾ എൻ്റെ ഭയം പോകുകയാ, എൻ്റെ നിരാശ പോകുകയാ, എന്നിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ പോകുകയാ. രക്ഷയോടുള്ള ബന്ധത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടോ? അങ്ങോട്ട് നോക്കിയാൽ മതി. ഇതെന്റെ പ്രവൃത്തിയല്ല, ഇതിനു വേണ്ടിയെല്ലാം ചെയ്ത യേശു. അയ്യോ, ഞാൻ വിശുദ്ധനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതേ, ഇതേ ഡിറക്ഷനിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പുത്രൻ,
അവരെനിക്കെതിരെ ആഭിചാരം ചെയ്തെന്നാ തോന്നുന്നു, മന്ത്രവാദം ചെയ്തെന്നാ തോന്നുന്നു, എന്റെ ജോലി പോയല്ലോ, എല്ലാം പോയല്ലോ. ഇല്ല, എല്ലാ കോളുകളുടെയും കാറ്റിന്റെയും മുകളിൽ ഇരിക്കുന്ന യേശുവിന്റെ ദർശനം. ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്, when the oceans rise and thunderstorm, I will soar with you above the storm. എല്ലാ കാറ്റിന്റെയും തിരമാലയുടെയും മുകളിൽ, അതിന്റെ മുകളിൽ നടക്കുന്നവൻ, അതിനെയെല്ലാം കീഴ്പ്പെടുത്തി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവൻ. ആ യേശുവിൽ എൻ്റെ കണ്ണുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ഒരു മനുഷ്യനല്ലിത്, ഇത് ദൈവം സ്വർഗത്തിൽ ഉയരത്തിൽ ഇരിക്കുന്നു. പക്ഷെ കണ്ണുകൊണ്ട് കാണാമോ? ഇല്ല. അതുകൊണ്ടാണ് ഇത് അന്വേഷിക്കണം. കളഞ്ഞുപോയത് അന്വേഷിക്കുന്നത് പോലെ എൻ്റെ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ലോർഡ് റിവീൽ, ലോർഡ് അൺവെയിൽ മൈ ഐസ് സോ ദാറ്റ് ഐ ക്യാൻ സീ യു. എന്റെ കണ്ണിനെ മറനീക്കി കാണിക്കണമേ അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ വലുപ്പം എന്നെ കാണിക്കണമേ. പ്രാർത്ഥന മുറിയിൽ നമ്മുടെ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയല്ല, ദൈവമേ അങ്ങയുടെ ഹൃദയത്തിന്റെ നിലവുകൾ, ഹൃദയത്തിന്റെ ശബ്ദം എന്റെ കാതുകളിൽ പതിയണമേ. എന്റെ കണ്ണുകൾക്കും കാതുകൾക്കും ഉയരത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിന്റെ ദർശനവും ശബ്ദവും കേൾക്കാനുള്ള, അക്ഷരികമായി നടക്കത്തില്ല, പക്ഷേ ഞാൻ അന്വേഷിക്കണം. ഇത് വാസ്തവത്തിൽ ഈ 3:1-2 ഒരു വിവാഹ ആലോചന അങ്ങനെ ഇരിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണത്. ഒരു വിവാഹാലോചന വരുമ്പോൾ ആദ്യം ചെയ്യുന്ന നമ്മൾ എന്താ? അന്വേഷിക്കും. കണ്ണി കാണുന്നതെല്ലാം ശരിയാണോ? അല്ല. താമസിക്കുന്ന വീട് അവരുടേതായിരിക്കുമോ? ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ വലിയ മതിലാണല്ലോ, ഭയങ്കരമാണല്ലോ. അവസാനം മനസ്സിലാകുന്ന ഇത് വാടക കെട്ടിടമായിരുന്നു, അല്ല ഇത് ലീസിനായിരുന്നു, അല്ല വേണ്ട കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ വീട് വിറ്റു. കണ്ണി കാണുന്നത് നോക്കിപ്പോയാൽ കുഴിയിൽ. സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും. കല്യാണ ദിവസം കണ്ട ആളല്ലായിരിക്കും പിന്നീട് കാണുന്നത്. ഇന്നിപ്പോൾ കുറച്ച് പൈസ മുടക്കിയാൽ എല്ലാം നല്ല സുന്ദരമാകും ആ ദിവസം. വാഹനങ്ങൾ ഉണ്ടല്ലോ, ഏത് വലിയ വാഹനം വേണേ നമുക്ക് കൊണ്ടുവരാം. കേരളത്തിൽ ഇറങ്ങാത്തത് വേണേ നമുക്ക് ഇവിടെ കൊണ്ടുവരാം ആ ദിവസത്തേക്ക്. ആ ദിവസം കാണുമ്പോൾ എന്തുവാ നമുക്ക് തോന്നുന്നത്? അയ്യോ ഭയങ്കരം. ഈ ഭയങ്കരം പോകാൻ 24 മണിക്കൂർ എടുക്കത്തില്ല. ഭയങ്കരം എല്ലാം ഭയങ്കരമായി തീരും. അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞ അന്വേഷിക്കണം. അന്വേഷിച്ച് കണ്ടെത്തിയാൽ, നമ്മുടെ നാട്ടിൽ പറച്ചില്ലേ, പിന്നെ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ ചെറുപ്പക്കാരനാണ്, അന്വേഷിച്ചു കണ്ടെത്തി, വുഡ് ബിയെ കണ്ടെത്തി. പിന്നെ വണ്ടി കൊടുക്കുവോ? സാധാരണ കൊടുക്കത്തില്ല. കാരണം എന്താ? വണ്ടിയെ റിവേഴ്സ് സെൻസർ ഉണ്ട്, കൂടാതെ ക്യാമറ ഉണ്ട്. പക്ഷെ ഇതൊന്നും കാണത്തും കേൾക്കത്തുമില്ല, നേരെ പോയി ചെടിച്ചട്ടിയിൽ ഇടിക്കും പുറകി. കാരണം എന്താ? അന്വേഷിച്ച് കണ്ടെത്തിയാ പിന്നെ ചിന്ത, ഈ കാതൊന്നും കേൾക്കുന്നില്ല, അവിടെ അടിക്കുന്നുണ്ട്, ടിക് 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 അടിക്കുന്നുണ്ട്, പക്ഷെ എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ. ഇവിടെ ക്യാമറ ഉണ്ട്, പക്ഷെ എന്റെ ചിന്ത മുഴുവൻ വിവാഹ ദിവസം, ഒരുമിച്ചുള്ള ജീവിതം, പോക്ക്, ഇതാ എന്റെ ചിന്ത. നോക്കി അടുത്ത വാക്യം അങ്ങനെയാണോ? അന്വേഷിച്ച് ഞാൻ ഈ യേശുവിന്റെ ദർശനം എന്റെ കണ്ണിൽ പതിഞ്ഞാൽ, അടുത്ത വാക്യം ഇങ്ങനെയാ പറയുന്നത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. സീക്കിംഗ് ആണ് 3:1. 3:2 സെറ്റ് യുവർ മൈൻഡ്സ്. സീക്ക് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ, അന്വേഷിച്ച് ഞാൻ കണ്ടെത്തിയാൽ, പിന്നെ എന്റെ മനസ്സ് മുഴുവൻ ആര് കയറണം? 1-ാം വാക്യത്തിൽ ഇല്ലാത്തൊരു വാക്കാണ് 2-ാം വാക്യത്തിൽ പൗലോസ് തെളിച്ചു പറയുന്നത്. അത് ഏത് വാക്കാ? ഭൂമിയിലുള്ളത് അല്ല. കാരണം ഈ നിത്യജീവന്റെ വില, ഈ സ്നേഹത്തിന്റെ ആഴം, ഈ രക്ഷണ്യ പ്രവൃത്തിയുടെ മഹത്വം, വിശുദ്ധീകരണത്തിൽ യേശുവിന്റെ പങ്ക്, ദുരാത്മശക്തികളെ കീഴ്പ്പെടുത്തിയ ഈ കർത്താവിന്റെ വലുപ്പമെല്ലാം ഞാൻ കാണുമ്പോ പിന്നെ ഞാൻ ചിന്തിക്കുന്നത് ഒന്നേ ഉള്ളൂ. ഏതാ ചിന്തിക്കുന്നത്? ഭൂമിയിലുള്ളതല്ല,
ഉയരത്തിലുള്ള ക്രിസ്തുവിന്റെ ദർശനം കാണുമ്പോ പിന്നെ ഞാൻ അതാ ചിന്തിച്ചോണ്ടിരിക്കുന്നതെന്ന്. ദൈവമക്കളെ, നമ്മുടെ ചിന്തകൾ എങ്ങനെയുണ്ട്? നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ വന്നിരിക്കുമ്പോ നമ്മുടെ ചിന്തകൾ ഭൂമിയിലുള്ളതാണോ ഉയരത്തിലുള്ളതാണോ? ഭൂമിയിലുള്ള അനേകം കാര്യങ്ങൾ നമ്മളെ വറി ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കും. ജോലിയുടെ കാര്യങ്ങൾ, ഭാവിയുടെ കാര്യങ്ങൾ, വിവാഹത്തിന്റെ കാര്യം, കുഞ്ഞുങ്ങളുടെ കാര്യം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത അവസ്ഥ. ഭൂമിയിലുള്ള പല കാര്യങ്ങളും നമ്മളെ വ്യാകുലപ്പെടുത്താം. അതിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായി ഉയരത്തിലുള്ളത് ചിന്തിപ്പാനുള്ള ഒരു നിയോഗവും വിളിയും നമ്മുടെ മേലുണ്ട്. അതാ പക്വതയിലേക്ക് പോകുന്ന വഴി. പൂർണ്ണ പ്രസാദത്തിന്റെ നടപ്പതാണ്. നിങ്ങൾ തികവുള്ളവരായി തീരണം. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണം എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച്, എൻ്റെ കണ്ണിന് കാണാത്തത് ഞാൻ അന്വേഷിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതല്ലേ 2 കൊരിന്ത്യർ 11:3 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്? ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പറയുക, സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള, ഈ ഉയരത്തിലുള്ള പിതാവിന്റെ വലത്ത് ഭാഗത്തുള്ള ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ ചിന്തകൾ 3, 4 കൂടെ വേഗത്തിൽ ഞാൻ വായിക്കാം. മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ ദർശനം ഞാൻ അന്വേഷിക്കുന്നു. ഉയരത്തിലുള്ളത് അന്വേഷിച്ച് കഴിഞ്ഞ് ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ ചിന്തകൾ മുഴുവൻ ഉയരത്തിലുള്ളതുമായി ഷേപ്ഡ് ആയിരിക്കുന്നു. അങ്ങനാണെങ്കിൽ 3-ാം വാക്യം, നിങ്ങൾ മരിച്ച്, ആ മരണം എന്നുള്ളത് 2:20 പറയുന്നത്. ഏത് മരണം? I am incorporated with the death of Christ. ആ യേശുവിന്റെ മരണവും വിമോചനവും, അതിനകത്ത് എനിക്കൊരു പങ്കാളിത്തം. ഞാനും വിമോചിക്കപ്പെട്ടു, ആ മരണത്തിൽ കൂട്ടാളിയായി. I am one with Christ. ഗലാത്യലേഖനം 2:20. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. റോമാലേഖനം 8:6 ഇതേ വാക്യമുണ്ട്. ക്രിസ്തുവിനോട് കൂടെ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിമോചിക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ ആ മരണത്തിന്റെ സാധ്യതകൾ എന്റേതായി മാറി. അതാണ് അതിന്റെ അർത്ഥം. 3:2, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ, അടുത്ത കേൾക്കണേ, മരിച്ചിട്ട് എന്തുണ്ട്? ജീവൻ. ഇതേത് ജീവനാ? ഉയർത്തെഴുന്നേറ്റ ജീവൻ. ഇതേത് ജീവനാ? നിത്യജീവൻ. ഇതേത് ജീവനാ? വിശുദ്ധ ജീവിതത്തിനായി എന്നെ ഒരുക്കുന്ന ദ ഡിവൈൻ ലൈഫ്. ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുന്ന ആ ജീവൻ. പക്ഷെ ഈ ജീവൻ ഒരു കാര്യമുണ്ട്. ആ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാ, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ. ശരിക്കും ഒരു ഭക്തനെ ഒരുവന് കാണണമെങ്കിൽ ലോക മനുഷ്യൻ ആ ഭക്തനെ കാണാൻ ഒക്കുവോ? ആ വാക്യപ്രകാരം ഈ മറഞ്ഞിരിക്കുക എന്നതിന് 2 അർത്ഥതലങ്ങളുണ്ട്. ഏതാ 2 അർത്ഥതലം? ഒന്ന്, ഇതെന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയെ കാണിക്കുന്നു. എന്താ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി? പറയാം. പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ഒരു വലിയ കൊല കേസ് നടന്നു എന്ന് വെക്ക്. ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വിറ്റ്നസ്സായി കണ്ടൊരു ദൃക്സാക്ഷിയുണ്ട്. കോടതി മുറിയിൽ കുറ്റവാളി നിൽക്കുന്നു. ഈ കുറ്റവാളി ഒരു വലിയ അധോലോക ആളായിരിക്കാം. സാക്ഷി പറയാൻ വരുന്ന ആള് ഈ കുറ്റവാളിക്ക് നേരെ സാക്ഷ്യം പറയണമെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം പിന്നെ പ്രശ്നമാകത്തില്ലേ? ഈ വ്യക്തിയുടെ ടീമിലുള്ളവർ, ഗ്യാങ്ങിലുള്ളവർ ഈ സാക്ഷ്യം പറയാൻ വന്നവനെ വിടുമോ വെറുതെ? അതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ഥിരമായി അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ സാക്ഷ്യം പറയാൻ വരുന്ന ആളെ മറയ്ക്കും, പേര് മാറ്റും, ജോലി മാറ്റും, താമസം മാറ്റും. കാരണം അത്ര വലിയൊരു കേസാണ്. ഈ കേസ് തെളിയണമെങ്കിൽ ഈ സാക്ഷിയുടെ പത്രം വേണം ഈ കുറ്റവാളിക്കെതിരെ. പക്ഷെ ഈ വ്യക്തിക്ക് ഒന്നും പറ്റരുത്. പറ്റാതിരിക്കാൻ വേണ്ടി പേര്, ID മാറ്റും, ജോലി മാറ്റി, സിറ്റി മാറ്റി, ന്യൂ ലൈഫ് കൊടുക്കും. ഇവിടെ എന്തോ പറയുന്നത്? ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവർ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ പുതിയ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നവരെ ആര് സൂക്ഷിക്കുന്നു? ദൈവം സൂക്ഷിച്ചു കൊണ്ടിരിക്കുക.
എങ്ങനെയാ സൂക്ഷിക്കുന്നതെന്നറിയാമോ? ഏറ്റവും വലിയ സൂക്ഷിപ്പ് എന്താണെന്നറിയാമോ? ഈ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ ഈ ലോകത്തിൽ ചിലപ്പോൾ ഭയങ്കര തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകും. രോഗത്തിന്റെ അവസ്ഥകൾ വന്നേക്കാം, സാമ്പത്തിക ഞെരുക്കം വന്നേക്കാം, ചിലപ്പോൾ വീട് വിൽക്കേണ്ട വന്നേക്കാം, ചിലപ്പോൾ തലമുറകളോട് ബന്ധത്തിൽ ചോദ്യചിഹ്നമായേക്കാം. ആ സമയത്തെല്ലാം ഇവിടെ ഒരു വാക്യം പറയുന്നു, ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഇതിൻ്റെ എല്ലാം നടുവിൽ ആൾ ഉയരത്തിലുള്ളത് അന്വേഷിച്ച് ഉയരത്തിലുള്ളത് ചിന്തിച്ചു പോകുമ്പോഴും ഇവിടെ അടി കിട്ടിക്കൊണ്ടിരിക്കുക. ഈ അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് കയറി പിടിക്കാൻ ഒരു വാക്യമുണ്ട്, ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നും വിശ്വാസം ഒഴുകിപ്പോകാതെ പിന്നെയും വന്ന് സ്തോത്രം പറയാൻ, പിന്നെയും വന്ന് ഹല്ലേലൂയ പാടാൻ, ഹൃദയത്തിനെ പിശാചിന് വിട്ടുകൊടുക്കാതെ, നിരാശയ്ക്ക് വിട്ടുകൊടുക്കാതെ സാന്ത്വനത്തിൽ നിർത്തുന്ന ദൈവത്തിന്റെ കൃപ. അതല്ലേ പാട്ടുകാരൻ പാടിയേ, എൻ പടകിൽ ഞാൻ ഏകനായി ആശയറ്റെന്ന് തോന്നുമ്പോ എന്നോട് ചേർന്ന് എൻ്റെ പടകിൽ വന്ന് സാന്ത്വനത്തിന്റെ വചനം ഓതുന്ന ദൈവത്തിന്റെ കൃപ. അത് അനുഭവിച്ചിട്ടുണ്ടോ ഇവിടെ ഇരിക്കുന്നവർ? ചിലപ്പോ നിരാശ അങ്ങ് കയറി ജീവിതം അങ്ങ് അവസാനിച്ചാൽ എന്ന് ചോദിക്കുന്ന സമയത്തും ഞാൻ മറക്കപ്പെട്ടവനാണ്, ഞാൻ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ സൂക്ഷിച്ചിരിക്കുക. വീണ്ടെടുപ്പ് ദിവസത്തിനായി കളങ്കമില്ലാതെ ദൈവസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്താൻ വേണ്ടിയുള്ളതെല്ലാം എനിക്ക് ചുറ്റിനും തന്ന് എന്നെ മറച്ചു വെക്കുകയാണ്. വേറെ അർത്ഥതലം ഇതാ, ഇത് സേഫ്റ്റി മാത്രമല്ല കാണിക്കുന്നത്, ഇതൊരു സ്കാൻഡലസ് കോളുമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിനെ മറഞ്ഞിരിക്കുക, കാണണമെങ്കിൽ ഞാൻ അന്വേഷിക്കണം. ദൈവഭക്തരും ലോകത്തിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുക. അവരുടെ ആത്മീകം പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ശുശ്രൂഷയിലാകട്ടെ, വിശ്വാസ ജീവിതത്തിലാകട്ടെ, ഭക്തിയോടെ ജീവിക്കുന്നവരെ പലരെയും ലോകത്തിന് തിരിച്ചറിയാൻ കഴിയത്തില്ല. അവരുടെ ആത്മീകതയ്ക്ക് മാർക്ക് ലഭിക്കത്തില്ല. അവര് റാഡിക്കലാണെന്ന് തോന്നും, അവർ ഇംബാലൻസ് ആണെന്ന് തോന്നും, അവർ എക്സ്ക്ലൂസീവ് ആണെന്ന് തോന്നും, അവർ ജഡ്ജ്മെന്റൽ ആണെന്ന് തോന്നും, എന്തൊക്കെ തോന്നുമോ എനിക്കറിയത്തില്ല. അവർ മറഞ്ഞിരിക്കുക. ഇന്ന് അവരുടെ ഭക്തിയും കൺവിക്ഷൻസും ഹോളിനെസ്സും ലോക മനുഷ്യന്, പ്രാകൃത മനുഷ്യന്, ജഡീക മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ക്രിസ്തു മറഞ്ഞിരിക്കുന്നു, ഞാൻ അന്വേഷിക്കണം ക്രിസ്തുവിനെ. അതുപോലെ ഭക്തനും ഇന്നും ദൈവത്തിൽ അവൻ മറഞ്ഞിരിക്കുക. ലോകത്തിന് മുമ്പിൽ അവൻ വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ 4-ാം വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോ ഈ മറഞ്ഞിരിക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനായ ക്രിസ്തു ഇന്ന് അന്വേഷിച്ചാലേ എനിക്ക് കണ്ടെത്താനൊക്കത്തുള്ളൂ. ആ ക്രിസ്തു വെളിപ്പെടുമ്പോ മറഞ്ഞിരിക്കുന്ന ഭക്തന്മാർ തേജസ്സിൽ അവനോടുകൂടെ വെളിപ്പെടും. മറഞ്ഞിരിക്കുന്നവർ മഹത്വപ്പെടുന്ന ഒരു പ്രഭാതമുണ്ട്. ആ പ്രഭാതം ഇന്നാകണമെന്നില്ല. ഇന്ന് നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥന മറുപടി ലഭിച്ചേക്കാം. നമ്മളൊരു ഹല്ലേലൂയായും സ്തോത്രം വന്ന് ഫ്രണ്ടിൽ പറഞ്ഞേക്കാം, കർത്താവിന്റെ രോഗം സൗഖ്യമാക്കി, കർത്താവിന്റെ നിരാശ മാറ്റി, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റി, ഇതൊക്കെ പറഞ്ഞേക്കാം, സ്തോത്രം. പക്ഷേ ഇതൊന്നും പറയാൻ ഇന്ന് അവസരം കിട്ടിയില്ലെങ്കിലും ഇന്ന് മറഞ്ഞിരിക്കുന്നവർ മഹത്വപ്പെടുന്ന ഒരു സുപ്രഭാതം വരുന്നു. കർത്താവിന്റെ പ്രത്യക്ഷത വരുന്നു. നമ്മുടെ ആ വാക്ക് ശ്രദ്ധിച്ചോ? ഉയരത്തെ അന്വേഷിച്ച് ജീവിക്കുന്നവൻ, ഉയരത്തെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവൻ, അവൻ യേശു കേവലം ഒരു മതഗുരുവല്ല, നമ്മുടെ ജീവനായ ക്രിസ്തു. കാരണം യേശുവിനെ ഞാൻ ധ്യാനിച്ച് ജീവിച്ചു, യേശുവിനെ ഞാൻ അന്വേഷിച്ചു. ആ കർത്താവിന്റെ വരവിങ്കൽ നമ്മുടെ ജീവനായ ക്രിസ്തു, അവനില്ലാതെ എനിക്കൊരു ജീവനില്ല. എനിക്ക് നിത്യജീവൻ തന്നവൻ, സ്വന്തം ജീവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് എന്നെ രക്ഷിച്ച നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോ നാമും തേജസ്സിൽ, മറഞ്ഞിരിക്കുന്നവർ തേജസ്സിൽ വെളിപ്പെടുന്ന ഒരു ദിവസം.
വിശ്വാസത്തിൽ പതറിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഇന്ന് പകൽ ദൈവം ധൈര്യം നൽകട്ടെ. മറഞ്ഞിരിക്കുന്നവരെ മഹത്വപ്പെടുത്തുന്ന കർത്താവിൻ്റെ ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഉയരത്തിലുള്ളത് അന്വേഷിച്ച് നമുക്ക് ജീവിക്കാം. ഉയരത്തിലുള്ളത് ചിന്തിച്ച് നമുക്ക് ജീവിക്കാം. മറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. അതിൽ ധൈര്യപ്പെടാൻ, ഈ ലോകത്തിൽ മറഞ്ഞിരിക്കേണ്ട വന്നാലും യേശുവിൻ്റെ നാളിലേക്ക് നോക്കി പാർക്കാം. ആ ദിവസം തേജസ്സിൽ ഒരു മഹത്വം നമുക്കുണ്ടാകും. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസ്ഥലം അടയ്ക്കാം, തലകളെ വണക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരു നിമിഷം എല്ലാവരും അധരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഇതിനകത്ത് ഈ കേട്ട വചനത്തിന്റെ ജീവനും ചൈതന്യവും എന്നിലേക്ക് ഇറങ്ങി വരണമേ എന്ന് എല്ലാവരും അധരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഇതിനകത്ത് കർത്താവേ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ എന്നെ സഹായിക്കണമേ. ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ എന്നെ സഹായിക്കണമേ. ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തനെ ഈ ലോകം വിടക്കെന്നെണ്ണിയേക്കാം. ലോകത്തിന് മനസ്സിലാകാത്തൊരവസ്ഥയിൽ വന്നേക്കാം. എന്നാൽ അതിൻ്റെ നടുവിലും മഹത്വപ്പെടുത്തുന്ന മഹത്വമുള്ള ദൈവം. 1-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെയല്ലേ പറയുന്നത്? നാം മഹത്വമുള്ള ക്രിസ്തു, ഈ ക്രിസ്തുവിലെല്ലാം മഹത്വം ദേഹരൂപത്തിൽ വസിക്കുന്ന ഈ വലിയ മഹത്വം, ആ മഹത്വത്തിന്റെ ദിവസത്തിനായി നമുക്ക് നോക്കി പാർക്കാം. അതാത് സ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഈ ഗാനത്തിന്റെ വരികളൊന്ന് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യാശയെ നമ്മുടെ ഉള്ളിൽ ദൈവം നൽകട്ടെ. ധൈര്യത്തോടെ ഈ ക്രിസ്തീയ ജീവിതം ഓടുവാനുള്ള ദൈവത്തിന്റെ കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ചേർന്ന് ഈ ഗാനത്തിന്റെ വരികളൊന്ന് പാടാം, ദൈവത്തെ സ്തുതിക്കാം. എൻ പടകിൽ ഞാൻ ഏകനായി ആശയറ്റെന്ന് തോന്നുന്ന സമയത്ത് ചാരത്തുണ്ടെന്നോതുന്ന താതന്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി, ദൈവ സാന്നിധ്യത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഗാനത്തിന്റെ വരികൾ നമുക്ക് പാടാം. പാടി ദൈവത്തെ സ്തുതിക്കാം.